പ്രത്യേകിച്ച് കഴിഞ്ഞ പൊതുയോഗത്തിൽ നമ്മുടെ അസോസിയേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, ഓർമ്മയുണ്ടാവും. അസോസിയേഷൻ്റെ ഓണാഘോഷത്തിൽ സമൂഹത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു പൂർണ്ണത വരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എന്താവണം എന്നതിനെക്കുറിച്ച് എൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയാണ്. അതിന് ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ കുറച്ച് എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. 4 ഗ്ലാസ് വെള്ളം എടുക്കുക. ഗ്ലാസ്സിലെ വെള്ളം എന്നത് സമൂഹമാണ് എന്ന് മനസ്സിലാക്കുക. ഗ്ലാസ്സിലെ വെള്ളം എന്താണ്? സമൂഹം. ആദ്യത്തെ ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഇരുമ്പ് പ്രതിമ ഇടുക. അത് നിങ്ങളാകാം, ആണെന്നല്ല നിങ്ങളാകാം. രണ്ടാമത്തെ ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പോഞ്ച് ഇടുക. അതും നിങ്ങളാകാം. മൂന്നാമത്തെ ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൺപ്രതിമ ഇടുക. അതും നിങ്ങളാകാം. നാലാമത്തെ ഗ്ലാസ് വെള്ളത്തിൽ സ്വല്പം പഞ്ചസാര ഇടുക. അതും നിങ്ങളാകാം. ഇനി എടുക്കാം. ആദ്യത്തെ ഗ്ലാസ് വെള്ളത്തിൽ എന്താണ്? ഇരുമ്പ് പ്രതിമ. എന്താണ് പ്രത്യേകത? ജലവുമായിട്ട് സമ്പർക്കമില്ല, പ്രതിമയുമായിട്ട് സമ്പർക്കമില്ല, ജലത്തിനും ഗുണമില്ല, പ്രതിമയ്ക്ക് ഗുണമില്ല. അങ്ങനെ ആർക്ക് ഗുണമില്ലാത്ത ഒരു വ്യക്തിയെ ആവരുതെന്ന് എന്നാണ് ആദ്യം ഞാൻ പറയാൻ കഴിയുന്നത്. രണ്ടാമത്തെ എന്താണ്? സ്പോഞ്ച്. സ്പോഞ്ച് വെള്ളത്തിൽ ചെന്നാൽ സംഭവിക്കും, അതിന് വെള്ളം മുഴുവൻ വലിച്ചെടുക്കും അല്ലേ? സമൂഹത്തെ നല്ല ഗുണങ്ങൾ വലിച്ചെടുത്ത് സ്വയം വേർക്കുന്ന, സമൂഹത്തെ ശോഷിപ്പിക്കുന്ന വ്യക്തിയാവരുത് നീ എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ എന്താണ്? മൺപ്രതിമ. മൺപ്രതിമ പ്രത്യേകം എന്താണ്? ആ ജലത്തിൽ കിടന്ന് അരിയും ജലത്തെ ദുഷിപ്പിക്കും അല്ലേ? സ്വയം സമൂഹത്തിൽ അലിയാണ് ജലത്തെ, അല്ലെങ്കിൽ സമൂഹമാണ് ജലത്തെ ദുഷിപ്പിക്കുന്ന വ്യക്തിയും ആവരുത് നീ. പിന്നെ ആരാണ്? 4ാമത്തെ ക്ലാസ് എന്താണ്? പഞ്ചസാര. അത് ജലത്തിൽ അലിഞ്ഞു ചേർന്ന് സമൂഹമാകുന്ന ജലത്തിൽ ഒരു നിറവ്യത്യാസം ഉണ്ടാകാതെ, എന്നാൽ സമൂഹത്തിൽ മധുരമാകുന്ന സന്ദേശം കൈമാറി ജീവിതം മുമ്പോട്ട് പോകുന്ന വ്യക്തി ആവണം നീ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങൾ ആരാണ് എന്ന് സ്വയം ചിന്തിക്കുക. ഇതിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ. സമൂഹത്തിന് എൻ്റെതായ രീതിയിൽ ചെറിയ ഒരു മധുരമേഖല സന്ദേശം നൽകി ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.